ഗുഡ് മോർണിംഗ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനങ്ങൾ 24-ാം അധ്യായം അതിൻ്റെ 4, 5, 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഇപ്രകാരം അവിടെ വായിക്കപ്പെടുന്നു: വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ വ്യാജത്തിന് മനസ്സു വയ്ക്കാതെയും കള്ള സത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദൈവിക അനുഗ്രഹം, യഹോവയുടെ അനുഗ്രഹം, രക്ഷയുടെ ദൈവത്തിൻ്റെ നീതി പ്രാപിക്കുന്നവരെ കുറിച്ച് നമ്മൾ അവിടെ കാണുകയാണ്. വീണ്ടും 6-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് എടുത്തു പറയുന്നു: ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറ, യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. ഉറപ്പിച്ചു പറയുകയാണ്. ആരാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നത്? ആരാണ് ദൈവത്തിൻ്റെ നീതി പ്രാപിക്കുന്നത്? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ വ്യാജത്തിന് മനസ്സു വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ തന്നെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഇടയാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പകൽ ദൈവത്തിൻ്റെ പൈതലെ, വെടിപ്പുള്ള കൈയായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ ഇനിയുള്ള നമ്മുടെ ജീവിതം. ഇന്നലെ വരെ എങ്ങനെയായിരുന്നു, ഇന്നലെ വരെ എങ്ങനെ ജീവിതം നയിച്ചു എന്നതല്ല വിഷയം. ഇന്നു മുതൽ ഒരു വെടിപ്പുള്ള കൈ നമ്മുടെ കയ്യിൽ, ഒരിക്കലും ഒരു അശുദ്ധി പുരളാതെ, നമ്മുടെ കയ്യിൽ ഒരിക്കലും ദൈവഹിതമില്ലാത്ത ഒരു നന്മയും നമ്മുടെ കയ്യിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് നമ്മുടെ കരങ്ങളിൽ വരുന്നതല്ലാതെയുള്ള വേറെ ഒരു നന്മയും നമ്മുടെ കയ്യിൽ നമുക്ക് വേണ്ട. തീരുമാനമെടുക്കുക. 2, നിർമ്മല ഹൃദയം, ഒരു നല്ല ഹൃദയം ഉള്ളവരായി മാറ്റപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. വ്യാജത്തിന് മനസ്സ് വയ്ക്കരുത്, കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെയുള്ളവർക്കാണ് ദൈവിക അനുഗ്രഹം ഉണ്ടാകുവാൻ ഇടയാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നു മാത്രമല്ല, ഇനിയുള്ള എല്ലാ നാളുകളിലും വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവനായി വ്യാജത്തിനു മനസ്സു വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ നല്ല പൈതലായി ആയിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. എങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ നീതി നമ്മുടെ മേൽ, നമ്മുടെ ലൈഫിൻ്റെ മേൽ ഈ നാളുകളിൽ അനുഭവിക്കുവാൻ കഴിയും. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പച്ചാ, ദൈവം ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയുമുള്ള ഒരു ദൈവത്തിൻ്റെ നല്ല പൈതലായി തൻ്റെ മക്കളായിരിക്കാൻ, കൃപയിൽ വളരുവാൻ, ദൈവിക അനുഗ്രഹങ്ങളിൽ വളരുവാൻ, ദൈവത്തിൻ്റെ നീതി അനുഭവിപ്പാൻ തൻ്റെ ജനത്തെ, തൻ്റെ മക്കളെ ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിനായി സ്തോത്രം. മഹത്വം മുഴുവനും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.